ഇടയിൽ ഈ പ്രതിഷ്ഠ എന്ന കർമ്മം നടക്കും. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഒരു മെഗാ പരിപാടി, ഒരു ഭക്ഷണം, അതായത് ഞങ്ങളെ ഹിന്ദു ഇതിൽ പറയുകയാണെങ്കിൽ പിന്നെ പ്രസാദ ഊട്ട് എന്നാ പറയുക. 12 മണിക്ക് പ്രസാദ ഊട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞങ്ങൾ പാണക്കാട്ട് പോയി അവിടെ തങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം നാളെ 11:30-12 മണിയുടെ ഉള്ളിൽ ഇവിടെ നമ്മളെ ക്ഷേത്രത്തിൽ വരും. അദ്ദേഹത്തെ ഞങ്ങൾ പൊന്നാട അടിച്ച് സ്വീകരിക്കും. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ വാങ്ങിച്ച് അങ്ങനെ കൂട്ടായിട്ട് തന്നെ ഞങ്ങൾ ആരാധന നടത്താൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഇത് ഞങ്ങളിപ്പോൾ ഏറ്റെടുത്ത് 2018 ആണ് ഇത് ഞങ്ങളൊരു കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇവിടെ പൂർവികമായിട്ട് ഈ നെടുങ്കളരി പ്രദേശം എന്ന് പറഞ്ഞാൽ നെടുങ്കളരി ഭഗവതിക്ക് സ്ഥാനമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 1980 ഈ പരിസരവാസിയും ഇവിടുത്തെ ഒരു ഗുരുസ്വാമിയായ ചെള്ളിയേട്ടൻ എന്ന ആൾ ഇവർക്ക് ഭജനയും പ്രാർത്ഥനയും നടത്താൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത 7 സെൻറ്റ് സ്ഥലമാണിത്. അത് കുറേ കാലത്തിൻ്റെ അപാകതയിൽ അതിൽ ചില അന്ന് പ്രവർത്തിക്കാൻ ആളില്ലാണ്ടോ സാമ്പത്തികത്തിൻ്റെ പോരായ്മയോ ഉണ്ടോ അത് കുറേ കാലം വീണ് കിടന്നു. 25 വർഷത്തോളം അത് വീണ് കിടക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങളത് ഏറ്റെടുത്ത് ഒരു ഭജനമഠം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ 18 വർഷം ഞങ്ങൾ ഇത് ഭജനമഠം എന്നുള്ള രീതിയിൽ ഇപ്പോൾ എല്ലാ പൂജകളും വിശേഷ പരിപാടികളായ അഖണ്ഡനാമ യജ്ഞം, അതുപോലെ തന്നെ ശിവരാത്രി, അതുപോലെ തന്നെ ആയുധപൂജ, ഇങ്ങനെ വിവിധ പരിപാടികൾ ക്ഷേത്രത്തിൽ എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ള ആ രീതിയിൽ ഞങ്ങളൊരു ഭജനമഠം ഇവിടെ പരിപോഷിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ അതിനെപ്പറ്റി പിന്നീട് ഞങ്ങൾക്ക് ക്ഷേത്രമാക്കണമെന്നുള്ള ചിന്താഗതി വരികയും 2019 ഞങ്ങൾക്ക് ആ ചിന്ത ആദ്യം വന്നത്. കാരണം എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കുറേ ആളുകൾ, അത് എയർപോർട്ടിൽ ബന്ധമുള്ള ആളുകൾ ഇവിടെ ദർശനം നടത്താൻ സാധ്യത വരികയും അതോടനുബന്ധിച്ച് ക്ഷേത്രം പ്രതിഷ്ഠിച്ചാൽ ഒന്നുകൂടെ പുരോഗതി വരും, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയതാവാം, അയ്യപ്പൻ്റെയും ഭഗവതിയുടെയും കാരുണ്യം കൊണ്ട് തോന്നിയതാവാം, ഞങ്ങൾ അങ്ങനെ ഒരു ചിന്ത നടത്തുകയും അതിൽ ഞങ്ങൾക്ക് വളരെ പുരോഗതി. ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെ കണ്ണനാമങ്ങളും മറ്റു പരിപാടികളും നടത്തി പോന്നപ്പോൾ ഇവിടെ ഞങ്ങൾ ഹിന്ദു എന്നുള്ള ആ ഒരു വേർതിരിവ് ഇവിടെ ഉണ്ടായിട്ടില്ല. വിവിധ നമ്മളിവിടെ പ്രദേശവാസികളായ മറ്റു മതസ്ഥരുടെയും ഞങ്ങൾ സഹോദരന്മാരെ പോലെ കണ്ട് ഞങ്ങൾക്ക് എന്താ സഹായം വേണ്ടത് അതൊക്കെ അവർ ചെയ്തു തരികയും അതൊരു കൂട്ടായുള്ള പ്രവർത്തനം. ശരിക്കും ഇവിടുത്തെ ആഘോഷങ്ങൾ ഞങ്ങൾ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. നമ്മൾ ആ പ്രാർത്ഥന വരുമ്പോൾ മാത്രം ഞങ്ങൾ വേർതിരിയുന്നതല്ലാതെ മറ്റുള്ളതിനൊക്കെ മറ്റു ഇതര സമുദായക്കാർ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ക്ഷേത്രം എന്നുള്ള ആ ഒരു പരിവസ്ഥയിലേക്ക് ഞങ്ങൾ അത് എത്തിച്ച് ഇപ്പം ഞങ്ങൾ പൂർവ്വ സന്തോഷത്തിലാണ്. അയ്യപ്പൻ ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠ, അതായത് പ്രാണപ്രതിഷ്ഠ ഇവിടെ നടക്കുകയാണ്. ഇതിൻ്റെ ആഘോഷം എന്നുള്ള നിലയിൽ പിന്നെ ഇന്നലെ 18-ാം തീയതി ഞങ്ങളൊരു മെഗാ താലപ്പൊലി കുമ്മണിപ്പറമ്പ് അങ്ങാടിയിൽ നിന്നും, അതായത് ബിംബാരാധന എന്നുള്ള രീതിയിലാണ് താലപ്പൊലി, അതായത് ദൈവിക നൃത്തത്തോടു കൂടിയുള്ള മെഗാ താലപ്പൊലി തന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇന്ന് 19-ാം തീയതി രാവിലെ ലളിതാ സഹസ്രനാമ അർച്ചനയിൽ 100ഓളം സ്ത്രീകൾ ആ അർച്ചനയിൽ പങ്കെടുക്കുകയും അത് വലിയ വിജയമാക്കുകയും ചെയ്തു. ശേഷം സാംസ്കാരിക വേദി നടത്തുകയും ഞങ്ങൾ പരിസരവാസിയായ പിന്നെ പത്മശ്രീ ബാലേട്ടനെ ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ അരമണിക്കൂർ പ്രഭാഷണം തുടർന്ന് ഞങ്ങൾ ഈ വേദിയിൽ 6 മണി വരെ 11 മണി മുതൽ 6 മണി വരെ ഞങ്ങൾ വേദിയിൽ കുട്ടികളുടെ കലാപരിപാടിയും കുട്ടികളും അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള ഒരുവിധം സ്ത്രീകളുടെ എല്ലാം കലാപരിപാടികൾ അരങ്ങേറി. ഇനി തുടർന്നും ഞങ്ങളുടെ പൂജകളും 7 മണിക്ക് സാംസ്കാരിക വേദിയുണ്ട്. ഈ വേദിയിൽ ഞങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിസര ക്ഷേത്രത്തിലെ പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ ഈ കരിപ്പൂർ മേഖലയിലുള്ള മെമ്പർമാരെ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു സാംസ്കാരിക വേദിയാണ്. അല്ലാതെ ക്ഷേത്രത്തിൻ്റെ ഹിന്ദുക്കളുടെ എന്നുള്ള ആ ലക്ഷ്യമല്ലാത്ത ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. ഈ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ ഈ നാട് നിങ്ങളുടെ കൂടെയുണ്ടോ? ഇത് വിശ്വാസികളുടെ ഇടമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ ചടങ്ങിനെയൊക്കെ നോക്കിക്കാണുന്നത്. പരിസര പ്രദേശത്തുള്ള ആൾക്കാർ, അത് ജാതി മതം കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല. നമ്മളെല്ലാവരും സന്തോഷിക്കുന്നൊരു മുഹൂർത്തം ഈ സ്റ്റേജ് കണ്ടാൽ, സദസ്സ് കണ്ടാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ചടങ്ങാണ് എന്ന് പറയാൻ പറ്റാത്ത തരത്തിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അങ്ങനെ തന്നെ വേണം. വ്യത്യസ്ത മതചിന്താഗതി വെച്ച് പുലർത്തുന്ന ആൾക്കാർക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം, സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം, അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ യാതൊരു വ്യത്യാസവുമില്ല.
നമ്മളൊക്കെ ഏകോദര സഹോദരന്മാരെ പോലെയാണ് ജീവിക്കുന്നത്. ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരു പായിൽ നമ്മൾ കിടന്നുറങ്ങുന്നു. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ നമ്മൾ പങ്കുചേരുന്നു. അപ്പം ഞാൻ 10 വർഷമായി ഇവിടുത്തെ നിയമസഭാ സാമാജികനാണ്. ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിലൊരു നിയമസഭാ മണ്ഡലമാണ് വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലം. എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നിയമസഭാ മണ്ഡലത്തിനകത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് പോയി കാണണം. ആ ക്ഷേത്രങ്ങളിലൊക്കെ MLAയുടെ എന്തെങ്കിലും അടയാളപ്പെടുത്തൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ പോയി കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ്, പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ്, നിങ്ങൾക്കറിയാം നമ്മുടെ മലബാറിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് നെറുങ്കൈതക്കോട്ട ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ എൻട്രൻസിൽ തന്നെ നിങ്ങൾ കാണുന്ന പേര് P. അബ്ദുൽ ഹമീദ് MLA എന്നുള്ള പേരാണ് കാണാൻ പറ്റുന്നത്. അവിടെ നടത്തിയ മുഴുവൻ പ്രവർത്തനവും അവസാനം കഴിഞ്ഞ ക്ഷേത്ര ഉത്സവത്തിൽ എല്ലാ വർഷത്തെ ഞാൻ വന്നതിന് ശേഷം അവിടെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുഴുവൻ ഉദ്ഘാടനം ചെയ്ത് ഞാൻ തന്നെയാണ്. അവിടെ ആ ക്ഷേത്രാങ്കണത്തിലുള്ള ലൈറ്റുകൾ മുഴുവൻ സ്ഥാപിച്ചത് MLAയുടെ ഫണ്ട് കൊണ്ടാണ്.